വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണേ. രാവിലെ തന്നെ ഞാനും ദാസപ്പനും പിന്നെ ജിൻസും കെട്ടും കിടക്കായിട്ടിറങ്ങി. ഏകദേശം ഒരു മാസമായി റൈഡർ പ്രേമിയുടെ വീഡിയോ ഇറങ്ങിയിട്ട്. ഇപ്പം ഞങ്ങളുള്ളത് ഹൈറേഞ്ചിൻ്റെ സ്വിറ്റ്സർലൻഡായ വാഗമണ്ണിലാണ് ഉള്ളത്. അപ്പം പറഞ്ഞു വന്നത് ഏകദേശം ഒരു മാസമായിട്ട് വീഡിയോ ഇറങ്ങാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛന് സുഖമില്ലായിരുന്നു, ആശ്രയവാസവും, പിന്നെ അതുകൂടാതെ അച്ഛൻ്റെ പെട്ടെന്നുള്ളൊരു മരണവും, പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അച്ഛൻ്റെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ബാക്കി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഏകദേശം ഒരു മാസമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഇന്നങ്ങനെ ഉള്ളത് ഞാനും ജിൻസും ദാസപ്പൻ ഉള്ളത് ഹൈറേഞ്ചിൻ്റെ സ്വിറ്റ്സർലൻഡായ വാഗമണ്ണിലാണ് ഉള്ളത്. വാഗമണ്ണിൽ നമ്മളെ തേടി ഒരുപാട് കാഴ്ചകളും സൗന്ദര്യവും നമ്മളെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടുള്ള ആ കാഴ്ചയും സൗന്ദര്യം നമുക്ക് കാണാം. ഏകദേശം ഇവിടുന്ന് നമുക്ക് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ എല്ലാ കാഴ്ചകളും സൗന്ദര്യം കാണാനായിട്ട്. അപ്പം ഈ വഴിയുടെ 2 സൈഡും നല്ല കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് കല്ലാണ് പാകിയിരിക്കുന്നത്. അത് കൂടാതെ ഇവിടെ ഒരു വാട്ടർ ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ ഒരു കാഴ്ചയും സൗന്ദര്യവും നമുക്കിപ്പോൾ കാണാം. പക്ഷേ ഈ ലേക്കിനകത്ത് ഒരുപാട് കൊട്ടവഞ്ചിയും അതുപോലെ ചെറിയ പെഡൽ ബോട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയും സൗന്ദര്യം ഒന്ന് വേറെ ലെവലാണ്. അപ്പം ഇവിടുത്തെ ഈ കൊട്ടവഞ്ചിയുടെയും ഇതുപോലെ ഈ ലേക്കിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. ഇനി ഇവിടുന്ന് ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് ഇവിടുന്ന് കാണാനുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടുന്ന് കാണാനുള്ള ഒട്ടനവധി സൗന്ദര്യവും കാഴ്ചകളുമുണ്ട് നമുക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3700 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു സൗന്ദര്യം, ഒരു കാഴ്ചയുമാണ്. ഇന്നേ ദിവസം ഒരുപാട് വിനോദസഞ്ചാരികളും യാത്രക്കാരുമാണ് നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് മറ്റൊരു വാച്ച് ടവറും ഉണ്ട് കാണാൻ. അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വേറൊരു കാഴ്ചയും സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ആ വാച്ച് ടവറായിട്ടുള്ള വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കാണുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ദാസപ്പനെ ഇവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ പോയത്. ഇവിടുന്ന് നമുക്ക് ഏകദേശം കുറച്ച് ദൂരം കൊണ്ടേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലോട്ട് ചെല്ലാനായിട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു സൗന്ദര്യം കാഴ്ച വേറെ ലെവലാണ്. നമുക്ക് ഈ നമ്മുടെ വാഗമണ്ണ് മൊട്ടക്കുന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിനകത്ത് നിന്ന് കാണുന്ന കാഴ്ച സൗന്ദര്യമാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ച സൗന്ദര്യം നമുക്കൊന്ന് വിശേഷിപ്പിക്കാനോ വർണ്ണിക്കാനോ പറ്റുന്നതല്ല. இப்படி ஒரு கால் அப்படி ஒரு கால் வைங்க கிராஸா. அதே மாதிரி இந்த ഇതിപ്പോൾ നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്കിനകത്തെ ബർമ ബ്രിഡ്ജാണിത്.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 3 ബ്രിഡ്ജാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കയറുന്നതിന് ഓരോ ഒരു പൈസകളാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് ഇപ്പോൾ ഒരു പെർമിഷനൊക്കെ പ്രത്യേക പെർമിഷനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയും വേറൊരു ലെവൽ തന്നെയാണ് ഈ ബർമ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന്. ഇതേമാതിരി ആർച്ച് പോലാണ് ഈ പാറ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓഫ് റോഡിനെ സ്നേഹിക്കുന്നവർ, ഓഫ് റോഡിനെ ഇഷ്ടപ്പെടുന്നവർ, ഓഫ് റോഡ് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീപ്പാണ് കേട്ടോ. ഒരു കച്ചീസ് വണ്ടി പോലെയാണ് ഈ ജീപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഭംഗി തന്നെ നയിക്കുക. ഇത് ഇവിടുത്തെ ഈ മൊട്ടക്കുന്ന് മലനിരകളുടെ മണ്ടയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീപ്പാണിത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെ ഉണ്ട്. നമ്മൾ സാധാരണ സ്റ്റിയറിംഗിൽ നമുക്ക് റൈറ്റ് സൈഡിലാണ്, ഇത് നമുക്ക് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഭാഗം. ഈ വാച്ച് ടവർ ഇപ്പം ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച വേറെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ളൊരു കാഴ്ചയാണ്. നിലകളിലായിട്ടാണ് ഈ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ തന്നെ ഇതിൻ്റെ മേളിൽ നിന്നും നമുക്ക് കാണുന്ന ഒട്ടനവധി സൗന്ദര്യമുണ്ട് ദൂരക്കാഴ്ചയായിട്ടുള്ളത്. അപ്പം നമുക്ക് 4ാമത്തെ വാച്ച് ടവറിൻ്റെ 4ാമത്തെ നിലയുടെ മേളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച വേറെ ലെവലാണ്. അപ്പം അവിടെ ചെന്നിട്ടുള്ള നമുക്ക് കാഴ്ചയിൽ വേറെ കാണാം. അപ്പം ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു കാഴ്ചയും പിന്നെ അത് കൂടാതെ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച സൗന്ദര്യം നമുക്കൊന്ന് ശരിക്കും ആസ്വദിക്കാം. ഇവിടെ ഇന്ന് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പാസ് ഉണ്ടോ എന്നറിയില്ല. അപ്പം അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. സെറ്റപ്പായിട്ട് ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമുക്ക് നമ്മുടെ ഹൈറേഞ്ചിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന, അത് വിശേഷിപ്പിക്കുന്ന നമ്മുടെ വാഗമണ്ണിലെ കണ്ണാടി
ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അവിടെ വരെ ചെല്ലാനുള്ള ഒരു പെർമിഷൻ ഉള്ളൂ. അത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് അത് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാം. കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ്. ഏകദേശം 40 മീറ്ററിൽ അധികം നീളമുണ്ട് നമ്മുടെ ഈ ഗ്ലാസ് പാലത്തിന്. അപ്പം ഇങ്ങോട്ട് അധികം ഓപ്പൺ ആയതിന് വരും നമുക്ക് അധികം ആർക്കും ഇങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. എന്നാലും ഒരുപാട് സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഗ്ലാസ് പാലം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3700 അടി ഉയരത്തിലാണ് ഈ കണ്ണാടി ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. 40 മീറ്റർ ദൂരവും 2.5 മീറ്റർ വീതിയുമാണ് ഈ പാലത്തിൻ്റെത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് കണ്ണാടി ബ്രിഡ്ജ്. ഒരേ സമയം 50 പേർക്കാണ് ഈ പാലത്തിലൂടെ നടക്കാൻ സാധിക്കുന്നത്. ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച സൗന്ദര്യമാണ്. നമുക്ക് വിശേഷിപ്പിക്കാനോ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ പറ്റത്തില്ല. ഇതിൻ്റെ മേളിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എന്താണ് നമുക്ക് കാണാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ 40 മീറ്ററോളം ദൂരമുള്ള ഈ കണ്ണാടി പാലത്തിൻ്റെ അല്ല കണ്ണാടി ബ്രിഡ്ജിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് വേറെയാണ്. ഹൈറേഞ്ചിനെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വിറ്റ്സർലൻഡാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വാഗമൺ. ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുവരെയുള്ള വീഡിയോ പോലെ അല്ലായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോകൾ. നല്ല വീഡിയോകൾ വരാനിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു മാസമായിട്ട് വീഡിയോ എന്താണ് വരാത്തത്, എന്താണ് വീഡിയോ ഇടാത്തത്, എന്താണ് ചെയ്യാത്തതെന്നുള്ള കാരണം ഞാൻ പറഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ ഉണ്ടായിരിക്കും. അതുവരേക്കും സ്നേഹം മാത്രം.